എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം സജീവമായി തന്നെ ഇപ്പോഴേ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. തിരിച്ച് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ നൽകുന്നു. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു. ട്രയൽ റണ്ണിന് ഒരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇന്ന് രാത്രിയോടെ പുറംകടലിൽ എത്തും. കപ്പലിന് വെള്ളിയാഴ്ച രാവിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. ഒക്ടോബറോടെ തുറമുഖം കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ അറിയിച്ചു. കപ്പൽ നാളെ രാവിലെ 9 മണിക്ക് തുറമുഖത്തെടുക്കുമെങ്കിലും സ്വീകരണം മറ്റന്നാളാണ്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് കൂറ്റൻ മദർഷിപ്പിനെ സ്വീകരിക്കും. ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കപ്പലിൽ നിന്ന് 1960 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കും. പ്രതിഷേധമറിയിച്ച വിഴിഞ്ഞം ജമാഅത്തുമായി ഉൾപ്പെടെ ചർച്ച നടത്തിയെന്നും ഇനി പ്രതിഷേധമുണ്ടാകില്ല എന്നും മന്ത്രി VN വാസവൻ. അവർ പ്രഖ്യാപിച്ചിരുന്നു അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഇന്ന് സായാഹ്നത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരും. ഞങ്ങൾ ഇന്നലെ തന്നെ അത് സംസാരിച്ച് ധാരണയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നതിന്റെ 106 കോടി രൂപ ഇതിനോടകം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന ജമായത്തുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളിയും ചില ഡിമാൻഡുകൾ ഉന്നയിച്ചിരുന്നു. ആ വിഷയം ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഇന്ന് 3 മണിക്കും 4 മണിക്കും ചേരുന്ന യോഗത്തിൽ അതും പൂർണ്ണമായി പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തിറക്കുന്ന ചരക്ക് ഫീഡർ കപ്പലുകളെത്തി വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് നിരവധി മദർഷിപ്പുകളും ഫീഡർ ഷിപ്പുകളും സെപ്റ്റംബർ വരെ തുറമുഖത്ത് വന്നുപോകും. പതിറ്റാണ്ടുകൾ നീണ്ട മലയാളിയുടെ കാത്തിരിപ്പ് മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കും. സാൻ ഫെർണാണ്ടോ നാളെ വിഴിഞ്ഞം തുറമുഖത്തെ കടുക്കും. വിഴിഞ്ഞം ലോകത്തിനു മുൻപിൽ വാതിൽ തുറക്കുകയാണ്. ക്യാമറമാൻ ജിനോസ് രാജിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. 9 വർഷത്തെ കാത്തിരിപ്പിന് അവസാനമിട്ടാണ് നാളെ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് തീരമണയുന്നത്. രാജ്യത്തെ ചരക്ക് നീക്കത്തിൽ നിർണായക സാന്നിധ്യമായി മാറാൻ ഒരുങ്ങുകയാണ് വിഴിഞ്ഞം. അതിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായത് ഇങ്ങനെയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പെട്ടെന്നൊരു ദിവസമുണ്ടായ ആശയമല്ല. ആയിരാജവംശത്തിന്റെ ഭരണകാലം മുതൽ ചരിത്രമുണ്ട്. പ്രതിസന്ധികളുടെ കൂറ്റൻ തിരമാലകളെ അതിജീവിച്ചാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ചേരചോള പാണ്ഡ്യ രാജവംശങ്ങൾ തുറമുഖത്തിന്റെ അവകാശത്തിനു വേണ്ടി പരസ്പരം പോരാടിയത് വിഴിഞ്ഞത്തെ ചരിത്രം. ചോളന്മാരുടെ ആക്രമണത്തിൽ തുറമുഖം നശിച്ചു. കാലങ്ങൾക്കിപ്പുറം പുതിയൊരു തുറമുഖം 1940 ആലോചനയിൽ ഉയർന്നു. തിരുവിതാംകൂർ ദിവാനായ രാമസ്വാമി അയ്യർ അന്ന് മുൻകൈയെടുത്തു. ജനാധിപത്യ ഭരണം വന്നപ്പോൾ വിഴിഞ്ഞം തഴയപ്പെട്ടു. പിന്നീട് കപ്പലുകളുടെ വലുപ്പം വർദ്ധിച്ചു. കടലിന്റെ സ്വാഭാവിക ആഴമെന്ന പ്രത്യേകതയിൽ വിഴിഞ്ഞം തുറമുഖം വീണ്ടും അനിവാര്യമായി. 20 മീറ്റർ ആഴമുള്ള വിഴിഞ്ഞത്തെ കടൽ കൂറ്റൻ കപ്പലുകളെ സ്വീകരിക്കുമെന്നത് പ്രാഥമിക പഠനങ്ങളിൽ വ്യക്തമായി. 2000, 2009, 2013, 2015 വിഴിഞ്ഞം പദ്ധതിയിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പുകൾ നടന്ന വർഷങ്ങളാണിത്. അങ്ങനെ 2015 കേരളത്തിന്റെ സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. 1000 ദിനത്തിൽ ആദ്യ കപ്പലെത്തുമെന്ന പ്രഖ്യാപനം. 2000 വിഴിഞ്ഞം ചർച്ചകൾക്ക് കൂടുതൽ ശബ്ദം ലഭിച്ചു. പദ്ധതി നടപ്പിലാക്കാൻ രാഷ്ട്രീയ തീരുമാനമുണ്ടാവുകയും ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃക എന്ന സമീപനത്താൽ ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടു. അടുത്ത ഘട്ടം പ്രമുഖ വ്യവസായ കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് കണ്ണുവെച്ചു. പക്ഷേ ടെൻഡറും കമ്പനികൾ തമ്മിലുള്ള നിയമയുദ്ധങ്ങളും വീണ്ടും തടസ്സമായി. 2009, 2010 വർഷം പഠന പരമ്പരകൾ നടന്നു. ഒടുവിൽ ഭൂവുടമ മാതൃകയിൽ പദ്ധതി ഏറ്റെടുക്കാൻ തീരുമാനം. സംസ്ഥാന സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട്. 2013 കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. 2015 UDF സർക്കാരിന്റെ കാലത്ത് കരാർ അദാനിക്ക് നൽകി. 2015 ഡിസംബറിൽ നിർമ്മാണം തുടങ്ങി. 1000 ദിനങ്ങൾ കൊണ്ട് ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്തുമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. എന്നാൽ പ്രതിസന്ധികൾ പലതുണ്ടായി. തീരദേശത്തെ തകർത്ത ഓഖി, അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം, ഒടുവിൽ സാക്ഷാൽ കോവിഡ്. നിർമ്മാണ പ്രവൃത്തി തന്നെ നിർത്തിവെപ്പിച്ച വിഴിഞ്ഞം സമരം. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കെ 2017 ഓഖി ചുഴലിക്കാറ്റ് സകലതും തകർത്തു. തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ബ്രേക്ക് വാട്ടറിന് കേടുപാടുണ്ടായി. പുലിമുട്ടുകളും കല്ലുകളും കടലെടുത്തതോടെ
നിർമ്മാണം ഇഴഞ്ഞു. പിന്നാലെ പ്രധാന അസംസ്കൃത വസ്തുവായ കല്ലിനും ചുണ്ണാമ്പുകല്ലിനും ക്ഷാമം നേരിട്ടു. കല്ലുകൾ തമിഴ്നാട്ടിൽ നിന്നെത്തിക്കാൻ സർക്കാർ ശ്രമിച്ചു. കോവിഡ് വില്ലനായതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർബന്ധിതരായി. ജൂലൈ 20 തുറമുഖത്തിനെതിരെ പ്രദേശവാസികൾ സമരക്കൊടി ഉയർത്തി. തീരങ്ങൾ കടലെടുക്കുന്നുവെന്ന് സമരക്കാരുടെ മുദ്രാവാക്യം. ഉപജീവനം തടസ്സപ്പെടുമെന്ന് വാദിച്ചു. സമരമാദ്യം സെക്രട്ടേറിയറ്റിന് മുൻപിലും പിന്നീട് നിർമ്മാണ മേഖലയിലേക്കുമെത്തി. നിർമ്മാണം നിർത്തി വീണ്ടും പാരിസ്ഥിതികാഘാത പഠനം നടത്തണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. നവംബർ 27 രാത്രിയിൽ പ്രതിഷേധക്കാർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. സ്റ്റേഷനും പോലീസ് വാഹനങ്ങളും അടിച്ചു തകർത്തു. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ഡ്യൂട്ടിയിലായിരുന്ന 30-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു. തലേദിവസം കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരെ വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യം. പോലീസും സമരക്കാർക്കെതിരെ കർശന നടപടിയെടുത്ത് തിരിച്ചടിച്ചു. 2022 ഡിസംബർ 6 പ്രതിഷേധക്കാരും സർക്കാരും തമ്മിൽ ചർച്ച. ഒടുവിൽ സർക്കാർ ഉറപ്പിൽ സമരം പിൻവലിച്ചു. കല്ലിന്റെ ക്ഷാമവും മറ്റും നിർമ്മാണത്തെ വീണ്ടും ബാധിച്ചു. ഒടുവിൽ 2023 ഒക്ടോബറിൽ വിഴിഞ്ഞത്തേക്കുള്ള ക്രെയിനുമായി ഷെൻഹുവ 15 വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടു. ഷെൻഹുവ 15 ഈ തുറമുഖത്തേക്ക് അടുത്തതായിരുന്നു വിഴിഞ്ഞം പദ്ധതിയിലേക്കുള്ള ആദ്യ പ്രതീക്ഷ. സാൻ ഫെർണാണ്ടോ കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ഈ തുറമുഖത്തേക്ക് അടുക്കും. ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പായ MSC ഐറനിക്കം വിഴിഞ്ഞത്തേക്ക് സ്വാഗതം. അങ്ങനെ സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് വിഴിഞ്ഞം തുറമുഖം ലോകത്തിനു മുൻപിൽ വാതിൽ തുറന്നിടുന്നു. ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനും വിഷ്ണുവിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്. PSC കോഴ ആരോപണ വിധേയനായ CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കും. സംസ്ഥാന നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് കടുത്ത നടപടി എന്നാണ് സൂചന. അതേസമയം സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിൽ പരാതി എത്തിയിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കോഴയാരോപണം വലിയ തലവേദന സൃഷ്ടിച്ചതോടെയാണ് കടുത്ത നടപടിയിലേക്ക് കടക്കാൻ CPIM ഒരുങ്ങുന്നത്. ആരോപണ വിധേയനായ പ്രമോദ് കൊട്ടൂളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് സൂചന. സംസ്ഥാന നേതൃത്വം കർശന നിലപാട് സ്വീകരിച്ചതോടെയാണ് പുറത്താക്കൽ നടപടിക്ക് കളമൊരുങ്ങുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും സംസ്ഥാന കമ്മിറ്റിക്ക് മുൻപിൽ എത്തിയിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയില്ല. ഒരു പരാതിയും ഇതുവരെ സംസ്ഥാന കമ്മിറ്റിക്ക് ഇത്തരത്തിലൊരു കോടതി വിഭാഗ സമിതി പരാതി കിട്ടിയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇനി എവിടെയെങ്കിലും പരാതിയും പ്രശ്നവും ഉണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. പരാതി ലഭിച്ചിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി P മോഹനനും ആവർത്തിച്ചു. ഇന്നലെ ചേർന്ന കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങൾ പ്രമോദ് കൊട്ടൂളിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. പിന്നാലെ തന്റെ ഭാഗം വിശദീകരിക്കാൻ പ്രമോദ് കൊട്ടൂളിയോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഇന്നോ നാളെയോ പ്രമോദ് പാർട്ടിക്ക് വിശദീകരണം നൽകുമെന്നാണ് വിവരം. 24 കോഴിക്കോട്. കൊങ്കൺ പാതയിലെ പെർണം റെയിൽവേ തുരങ്കത്തിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. കേരളത്തിൽ നിന്നും സർവീസ് ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതുമായ 10-ലധികം ട്രെയിനുകൾ ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. നിയന്ത്രണം മലബാറിലെ യാത്രക്കാരെ കാര്യമായി ബാധിക്കും. ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിലാണ് കൊങ്കൺ പാതയിൽ മണ്ണിടിയുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തത്. ഇതോടെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ട്രാക്ക് സാധാരണ നിലയിലാക്കാനുള്ള ശ്രമം തുടരുകയാണ്. കേരളത്തിൽ നിന്നും ദീർഘദൂരങ്ങളിലേക്ക് പോകുന്ന 10 ട്രെയിനുകൾ ഈറോഡ് പൻവേൽ വഴി തിരിച്ചുവിട്ടു. 195-77 തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ്, 163-36 നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്, 122-83 എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, 226-55 എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, 124-83 കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ്, 126-17 എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, 163-46 തിരുവനന്തപുരം ലോകമാന്യ തിലക് എക്സ്പ്രസ്, 221-49 എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ്,
126-17 എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ്, 124-31 തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് തിരിച്ചുവിട്ടത്. ഇവയിൽ പലതും 10 മുതൽ 20 മണിക്കൂർ വരെ വൈകി ഓടുകയാണ്. വിവിധയിടങ്ങളിൽ നിന്നും മലബാർ വഴി തിരികെ എത്തേണ്ട 6 ട്രെയിനുകൾ ഈറോഡ് പൻവേൽ വഴിയാകും കേരളത്തിലേക്ക് തിരികെ എത്തുക. ആവശ്യത്തിന് ട്രെയിനുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന മലബാറിലെ യാത്രക്കാരെ നിയന്ത്രണം കാര്യമായി ബാധിക്കുന്നുണ്ട്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ ഈ വാർത്തയുടെ. പർണം തുരങ്കത്തിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട 3 ട്രെയിനുകൾ കൂടി ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. പൂർണ്ണ, മംഗള, രാജധാനി എക്സ്പ്രസുകളുടെ റൂട്ടിലാണ് ഇപ്പോൾ മാറ്റം. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് തത്സമയം കോഴിക്കോട് നിന്ന്. രാഹുൽ, അപ്പോൾ കൂടുതൽ ട്രെയിനുകളുടെ വഴി മാറുകയാണല്ലേ? തീർച്ചയായിട്ടും ഉന്മേഷ്, ഏറ്റവും ഒടുവിൽ റെയിൽവേ നൽകുന്ന പുതിയ വിവരങ്ങൾ, കാലാവസ്ഥ അവിടെ പ്രതികൂലമാണ്. ഈ പ്രശ്ന പരിഹാരത്തിന് ഇനിയും സമയമെടുക്കുമെന്നാണ് റെയിൽവേ പറയുന്നത്. റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണ് വീഴുന്നതും വെള്ളക്കെട്ടും ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് റെയിൽവേയുടെ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ ട്രെയിനുകൾ ക്യാൻസൽ ചെയ്യാനും വഴിതിരിച്ചു വിടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ റെയിൽവേ നൽകിയ കണക്ക് പ്രകാരം 9 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന നേത്രാവതി എക്സ്പ്രസ് വൈകിട്ട് 4:55 പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ആ ട്രെയിൻ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ട്രെയിൻ നമ്പർ 163-46 തിരുവനന്തപുരത്ത് നിന്നും ലോകമാന്യ തിലകിലേക്ക് സർവീസ് നടത്തുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ് ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ട്രെയിനാണ് നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത്. അതോടൊപ്പം 3 ട്രെയിനുകൾ കൂടി വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. 221-49 എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസും 126-17 എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസും 124-31 തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസുമാണ് വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. എന്താണെങ്കിലും മലബാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ യാത്രാ ദുരിതമാണ് ഈ മണിക്കൂറുകളിൽ അനുഭവപ്പെടുന്നത്. പൊതുവെ മലബാർ. രാഹുൽ, ഇപ്പോൾ ഒരു പുതിയ അറിയിപ്പ് കൂടി ഇപ്പോൾ രാഹുൽ നൽകുന്നുണ്ടല്ലോ. നേത്രാവതി എക്സ്പ്രസ് അത് നേരത്തെ വൈകിട്ട് പുറപ്പെടുമെന്ന് പറഞ്ഞത് പൂർണ്ണമായി റദ്ദാക്കിയിരിക്കുന്നു അല്ലേ? അതെ, അതായത് രാവിലെ 9 മണിക്കായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ഈ ട്രെയിൻ പുറപ്പെടേണ്ടത്. പക്ഷേ അവിടെ പ്രതികൂല കാലാവസ്ഥ ആയതിനാൽ ഈ ട്രെയിൻ റദ്ദാക്കിയിരിക്കുകയാണ്. വൈകിട്ട് 4:55 യാത്ര പുനരാരംഭിക്കില്ല, പകരം റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് റെയിൽവേ ഇപ്പോൾ അറിയിക്കുന്നത്. അതുകൊണ്ട് യാത്രക്കാർക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ശരി രാഹുൽ. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ചില വാർത്തകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. സംസ്ഥാനത്ത് മിതമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് അത് അലക്സ് റാമുവിന് നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരും. ഇന്നും നാളെയും ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. പുതിയ മുന്നറിയിപ്പ് അത്തരത്തിൽ നൽകാനൊന്നുമില്ല എന്നാണ് അലക്സ് അറിയിക്കുന്നത്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിക്ക് ഇഡിയുടെ സമൻസ് എന്നുള്ള വാർത്ത അച്യുതൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ നൽകിയ വിഴിഞ്ഞം വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രേക്ഷകരുടെ അവകാശവാദങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖം കേരളത്തെ ലോക പ്രശസ്തമാക്കും എന്നാണ് ലില്ലി പറയുന്നത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി VN വാസവന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. വിഴിഞ്ഞം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സാർ തന്നെ, അതിൽ ആർക്കാണ് തർക്കമെന്നാണ് അലി മണ്ണാർക്കാട് പറയുന്നത്. ശിവകുമാർ കെ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കർശന നിലപാടാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ എന്ന പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കേന്ദ്ര ഗ്രാന്റിൽ 3 വർഷം കൊണ്ട് 19,000 കോടി രൂപയുടെ കുറവുണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തനതു വരുമാനം 56% വർദ്ധിപ്പിച്ചാണ് സംസ്ഥാനം പിടിച്ചു നിന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും. പെൻഷൻ തുക കൂട്ടാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തി. 2020-21 31,068 കോടി രൂപയായിരുന്ന കേന്ദ്ര സർക്കാർ ഗ്രാന്റുകൾ 2023-24 12,068 കോടി രൂപയായി കുറഞ്ഞു. 3 വർഷ കാലയളവിൽ 19,000 കോടി രൂപയുടെ കുറവാണ് കേന്ദ്ര ഗ്രാന്റ് ഇനത്തിൽ കുറവുണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ പ്രതികൂല സമീപനത്തിനിടയിലും സംസ്ഥാനം തനത് നികുതി വരുമാനം കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് 56% വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് സാമ്പത്തിക കാര്യത്തിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത്. ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. അടുത്ത വാർത്തയും നിയമസഭയിൽ നിന്ന് തന്നെയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ KK രമ സർക്കാരിനെ കടന്നാക്രമിച്ചു. രാഷ്ട്രീയം നോക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് മറുപടി നൽകി.
സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കുസാറ്റ KCA പീഡന പരാതികളും SFI മുൻ നേതാവ് അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചെന്ന ആരോപണവും നടി ആക്രമിക്കപ്പെട്ടതുമെല്ലാം പ്രതിപക്ഷം ആയുധമാക്കി. ഇരയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം കുതിക്കുകയും ചെയ്യുന്ന സർക്കാരെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ KK രമ MLA. വളരെ ഗുരുതരമാണ് സർ ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ. ഇരയ്ക്കൊപ്പം നിൽക്കുകയും എന്ന് പറയുന്നത് വേട്ടക്കാരനൊപ്പം കിതക്കുകയും ചെയ്യാണ് സർ ഈ സർക്കാർ. അതാണ് ഈ സർക്കാർ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പകരം KK രമയുടെ നോട്ടീസിന് മറുപടി നൽകിയത് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സ്ത്രീകളെ ആക്ഷേപിക്കുന്ന സൈബർ സംഘങ്ങളെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്ന ആരോപണം. ശാസ്ത്രീയവും പഴുതടച്ചതുമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. സർ, കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. ആരോഗ്യമന്ത്രിയോട് മറുപടി തള്ളിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPIM, SFI, DYFI പ്രവർത്തകർ ഉൾപ്പെട്ട കേസുകൾ സഭയിൽ ഉന്നയിച്ചു. കാപ്പ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച മന്ത്രിയാണ് സഭയിൽ മറുപടി പറഞ്ഞതെന്ന പരിഹാസം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിനെ സ്ഥലം മാറ്റിയ ആളാണ് ആരോഗ്യമന്ത്രിയെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി. സ്വീകരണം നൽകിയ ആളുടെ പേരിലുള്ളത് രാഷ്ട്രീയ കേസുകൾ മാത്രമെന്ന വീണ ജോർജിന്റെ ന്യായീകരണം. അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി പറയാത്തതിൽ KK രമ ആക്ഷേപമുന്നയിച്ചു. സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. അടുത്ത വാർത്തയും സഭയിൽ നിന്ന് തന്നെയാണ്. ചേർത്തല പൂച്ചാക്കലിൽ നടുറോഡിൽ ദളിത് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. പ്രതികളുടെ CPIM ബന്ധമാണ് അറസ്റ്റ് വൈകുന്നതിന് കാരണമെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. വിഷയം നിയമസഭയിൽ ഉന്നയിച്ച KK രമയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് അറസ്റ്റ് വിവരം മന്ത്രി വീണ ജോർജ് അറിയിച്ചത്. ഞായറാഴ്ച വൈകിട്ടോടെയാണ് നടുറോഡിൽ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇളയ സഹോദരങ്ങളെ മർദ്ദിച്ചതിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മടങ്ങുമ്പോഴായിരുന്നു 19-കാരി നിലാവിനെയും സഹോദരങ്ങളെയും നടുറോഡിൽ വെച്ച് ആക്രമിച്ചത്. തൈക്കാട്ടുശ്ശേരി സ്വദേശി ഷൈജുവും സഹോദരൻ ശൈലേഷും സുഹൃത്തുക്കളും ചേർന്നായിരുന്നു ക്രൂരമർദ്ദനം. പെൺകുട്ടി പൂച്ചാക്കൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ദൃശ്യങ്ങൾ പുറത്തായതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പൂച്ചാക്കൽ പോലീസ് 6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയായിരുന്നു. പ്രതികൾക്കുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധമാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാനും പിന്നീട് അറസ്റ്റ് ചെയ്യാനും പോലീസ് മടിച്ചത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഇന്ന് നിയമസഭയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തടയണമെന്ന അടിയന്തര പ്രമേയ അവതരണ അനുമതി തേടിയാണ് KK രമ MLA പൂച്ചാക്കലിലെ ദളിത് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവം സഭയിൽ ഉന്നയിച്ചത്. തുടർന്ന് മന്ത്രി വീണ ജോർജാണ് ഇന്ന് രാവിലെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം സഭയിൽ അറിയിച്ചത്. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കേസിൽ ഇനി 4 പേരെ കൂടി പിടികൂടാനുണ്ട്. അതേസമയം നിലാവും സഹോദരങ്ങളും മർദ്ദിച്ചു എന്ന പരാതിയിൽ 6 പേർക്കെതിരെ പൂച്ചാക്കൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. 24 ആലപ്പുഴ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തിയിരുന്നു. പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി ആ ഘട്ടത്തിൽ വരുന്നുണ്ട്. ജയലാൽ ഭാസ്കരൻ പറയുന്നു, ക്ഷേമ പെൻഷൻ ആദ്യം കൊടുക്കുന്നത് മര്യാദയ്ക്ക് കൊടുക്കാൻ നോക്ക് എന്നാണ് അദ്ദേഹം ആ വിഷയത്തിൽ നൽകുന്ന പ്രതികരണം. അനസും പറയുന്നുണ്ട്, കൂട്ടണ്ട, പെൻഷൻ ഉള്ളത് കൊടുത്താൽ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി ഇപ്പോൾ വരുന്നത്. നമ്മൾ അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. മലയാറ്റൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണു. ഇല്ലിത്തോട് സ്വദേശി സാജുവിന്റെ പുരയിടത്തിലെ കിണറ്റിലാണ് ആന വീണത്. കുട്ടിയാനയ്ക്ക് ചുറ്റും കാട്ടാനകൾ നിരന്നത് പ്രദേശത്ത് ഭീതി പരത്തി. മണിക്കൂറുകൾക്കൊടുവിൽ അമ്മയാന കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പുലർച്ചെ 3:30യോടെയാണ് ഇല്ലിത്തോട് 1-ാം ബ്ലോക്കിൽ പാണ്ടാല സാജുവിന്റെ പുരയിടത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. പറമ്പിലെ കൃഷിയടക്കം ചവിട്ടിമതിച്ച് നീങ്ങവേ സംഘത്തിലുണ്ടായിരുന്ന കുട്ടിയാന മുറ്റത്തെ കിണറ്റിൽ വീണു. കുട്ടിയാനയെ രക്ഷിക്കാൻ കിണറിനു ചുറ്റും ചിഹ്നം വിളിച്ച് കാട്ടാനകൾ നിരന്നതോടെ പ്രദേശത്ത് ഭീതി പരന്നു. നാട്ടുകാരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും കിണറിന് സമീപത്തേക്ക് അടുക്കാൻ ആനക്കൂട്ടം അനുവദിച്ചില്ല. മണിക്കൂറുകൾക്കൊടുവിൽ അമ്മയാന കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കാടുകയറി.
ഇതിനിടെ ആനശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. റോഡ് ഉപരോധിച്ച നാട്ടുകാർ വനംവകുപ്പ് വാഹനം തടഞ്ഞിട്ടു. പിന്നാലെ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടായി. പ്രശ്നം വഷളായതോടെ ഉന്നത പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പ്രദേശത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. 24 കൊച്ചി. മറ്റൊരു ആനവാർത്ത ഇന്ന് വന്നത് ഇടുക്കിയിൽ നിന്നാണ്. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഗ്രില്ലിൽ കാട്ടാന കുടുങ്ങുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം കാട്ടാന നീന്തിക്കയറി. രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പെരിയാർ കടുവാ സങ്കേതത്തിലെ കാട്ടാനയാണ് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ അകപ്പെട്ടത്. കനാലിന് കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന ഗ്രില്ലിൽ തടഞ്ഞു നിന്നതിനാൽ 100 മീറ്റർ മാത്രമാണ് ആന ഒഴുകിയത്. ശക്തമായ വെള്ളമൊഴുക്കിൽ ആനയ്ക്ക് തിരിച്ചു നീന്താനും കഴിഞ്ഞില്ല. റിസോർട്ട് ജീവനക്കാരാണ് ആന ഗ്രില്ലിൽ കുടുങ്ങിയ വിവരം വനംവകുപ്പിനെ അറിയിച്ചത്. 1 മണിക്കൂറോളം കാട്ടാന ഗ്രില്ലിൽ തടഞ്ഞു നിന്നു. തുടർന്ന് തേക്കടിയിലെ ഷട്ടറടച്ച് തമിഴ്നാട്ടിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതോടെയാണ് ആന തിരിച്ചു നീന്തി കരയ്ക്ക് കയറിയത്. പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് തന്നെ ആന നീങ്ങിയിട്ടുണ്ട്. അപകടത്തിൽ ആനയ്ക്ക് പരിക്കുകളൊന്നുമില്ല എന്നാണ് നിഗമനം. 24 ഇടുക്കി. അടുത്ത ഒരു വാർത്തയിലേക്കാണത്. മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് നവവധുവിനെ ഭർത്താവ് ക്രൂരമായി പീഡിപ്പിച്ചെന്ന് പരാതി. വേങ്ങര സ്വദേശിയായ മുഹമ്മദ് ഫായിസിനെതിരെയാണ് പരാതി. മർദ്ദനത്തിൽ പെൺകുട്ടിയുടെ കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും പ്രതികളെ പോലീസ് പിടികൂടുന്നില്ല എന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. 2024 മെയ് 2-നാണ് ഞങ്ങളെ വിവാഹം കഴിഞ്ഞത്. ഞാൻ അത് കഴിഞ്ഞ് മെയ് 20 ദിവസം അവിടെ നിന്നിട്ടുള്ളൂ. 22-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് പോകുകയും ചെയ്തു. 13-ാം തീയതി എന്നെ അടിച്ചതാണ്. തുടർന്ന് അടിച്ച് 3 ദിവസം എന്നെ അടിച്ച്. പിന്നെ ഓന് അടി നിർത്തി. പിന്നെ വീട്ടിലാരെന്നുള്ള പ്രശ്നം വന്നപ്പോൾ ഓന് പേടിയായി തുടങ്ങി. പിന്നെ എൻ്റെ ചെവിൻ്റെ കേൾവിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഓന് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇതാക്കി. വിവാഹം കഴിഞ്ഞ് 6-ാം നാൾ തുടങ്ങിയതാണ് മർദ്ദനം. മൊബൈൽ ഫോൺ ചാർജർ കേബിൾ കൊണ്ടും കൈകൊണ്ടും മുഹമ്മദ് ഫായിസ് തല്ലാറുണ്ടെന്ന് പെൺകുട്ടിയുടെ കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ചു. കൈക്ക് പൊട്ടലുണ്ട്. ശരീരമാസകലം മുറിപ്പാടുകൾ കാണാം. കിടപ്പുമുറിയിലും ശുചിമുറിയിലും വെച്ചാണ് മർദ്ദിച്ചതെന്ന് പെൺകുട്ടി. ലൈംഗിക വൈകൃതത്തിനും ഇരയാക്കിയിട്ടുണ്ടെന്ന് പരാതി. മുഹമ്മദ് ഫായിസിനെ 1-ാം പ്രതിയും ഇയാളുടെ മാതാവ് സീനത്തിനെ 2-ാം പ്രതിയുമാക്കി മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി 1 മാസം പിന്നിട്ടിട്ടും പോലീസ് അറസ്റ്റിലേക്ക് കടക്കുന്നില്ലെന്നാണ് ആരോപണം. ഇവിടെ വീട്ടിൽ വന്ന് മെയ് 23-ാം തീയതി പോയിട്ട് ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടായിട്ടില്ല അവർക്കെതിരായിട്ട്. മെയ് 23-ാം തീയതി മലപ്പുറം വനിതാ സെല്ലിലാണ് കൊടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് DYSPനെ കണ്ടു. പിന്നെ SP സാറിനെ കണ്ട് എല്ലായിടത്തും കൊടുത്തിരിക്കണം. പക്ഷെ ഇതുവരെ അവർക്കെതിരെ ഒന്നും സംഭവിച്ചിട്ടില്ല. മുഹമ്മദ് ഫായിസ് വിദേശത്തേക്ക് കടന്നുവെന്നാണ് സൂചന. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി ഹൈക്കോടതിയെ സമീപിച്ചു. സമീർ ബിൻ കരീം, 24 തിരൂർ. ഇതിൽ ആമിന പറയുന്നുണ്ട് എന്ത് പറ്റി കമൻറ്റ് വായനയൊക്കെ കുറഞ്ഞു എന്നുള്ളത്. കമൻറ്റ് വായന കുറഞ്ഞിട്ടൊന്നുമില്ല. കമൻറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കമൻറ്റുകളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ആമിന വിവിധ വിഷയങ്ങളിലെ പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. 24-ന് പരാതി നൽകണമെന്നൊക്കെ ചില പ്രേക്ഷകർ പറയുന്നുണ്ട്. അത് മറ്റൊരു പരിപാടിയുടെ സമയമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ആ പരാതിയൊക്കെ ചില പ്രേക്ഷകർ ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസത്തിന് ശേഷം റേഷൻ കടകൾ തുറന്നു. ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് മുതലാണ് ആരംഭിച്ചത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നാണ് റേഷൻ വ്യാപാരികളുടെ മുന്നറിയിപ്പ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ രാപ്പകൽ സമരത്തിന് ശേഷമാണ് റേഷൻ കടകൾ ഇന്ന് തുറന്നത്. കഴിഞ്ഞ 4 ദിവസം റേഷൻ കടകൾ പ്രവർത്തിക്കാത്തതിനാൽ നല്ല തിരക്കാണ് മിക്ക റേഷൻ കടകളിലും അനുഭവപ്പെടുന്നത്. സമരം ബുദ്ധിമുട്ടിച്ചെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. പിന്നെ വിലയ്ക്ക് അരി വാങ്ങിയുള്ള പരിസ്ഥിതിയില്ല. അത് കുഴപ്പമില്ല. തന്നെ മണ്ണെണ്ണ ഒഴികെയുള്ള റേഷൻ സാധനങ്ങൾ എല്ലാ റേഷൻ കടകളിലും എത്തി. സംസ്ഥാനത്ത് 95 ലക്ഷം കാർഡ് ഉടമകളാണുള്ളത്. ഇതിൽ 85 ലക്ഷം പേരും ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ്. വൈകി ആരംഭിച്ചെങ്കിലും ഈ മാസത്തെ റേഷൻ എല്ലാവർക്കും സമയബന്ധിതമായി ഉറപ്പുവരുത്തുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വ്യാപാരികൾ സമരം നടത്തിയത്. തുടർ സമരങ്ങളും സമരസമിതി ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ടിയെ കിട്ടുമോ എന്നാണ് ടി റോയുടെ ചോദ്യം. കിട്ടുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അമീനയുടെ കമന്റ് മാത്രമേ വായിക്കുകയുള്ളൂ എന്നാണ് മെൽബിൻ അല്പം രോഷത്തോടെ ചോദിക്കുന്നതല്ല. നമ്മൾ പ്രധാനപ്പെട്ട കമന്റൊക്കെ വായിക്കും.
എറണാകുളം കുണ്ടന്നൂരിൽ സ്കൂൾ ബസിന് തീപിടിച്ചു. വാഹനത്തിൽ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു. രാവിലെ 8:30യോടെയാണ് കുണ്ടന്നൂരിന് സമീപം തേവര SH സ്കൂളിന്റെ ബസിന് തീപിടിച്ചത്. ബസിന്റെ മുൻഭാഗത്ത് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ പടരുകയായിരുന്നു. പിന്നാലെ അതുവഴി വന്ന കുടിവെള്ള ടാങ്കറിലെ വെള്ളം ഉപയോഗിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല. തൃപ്പൂണിത്തുറയിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർ എഞ്ചിനുകളുടെ സഹായത്തോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. ഡ്രൈവറും ബസ്സിലുണ്ടായിരുന്ന സഹായിയും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്ന് വിവരം. 24 കൊച്ചി. ഇനി നമ്മളൊരു ദുരിതയാത്രയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ആലപ്പുഴയിലെ അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം ജനങ്ങളുടെ പൊറുതി മുട്ടിക്കുകയാണ്. നിലവിലെ റോഡിൽ കുണ്ടും കുഴിയും വെള്ളക്കെട്ടും ഗതാഗതം ദുഷ്കരമാക്കുന്നു. 150-ലധികം ആളുകൾ കുഴിയിൽ വീണിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രതിഷേധവുമായി ജനകീയ സമരസമിതി രംഗത്തെത്തി. ചെളി കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയ ഒരാളാണ്. ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല ഈ ചെളി കാരണം. ഒരു 10 മണിക്ക് ജോലിക്ക് പോകുന്നതാണെങ്കിൽ വെളുപ്പിന് 5 മണിക്ക് ബസ്സിൽ കയറിയാലേ ഈ പറഞ്ഞ 10 മണിക്കെങ്കിലും ഓഫീസുകളിൽ ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെ തൊഴിലാളികൾക്കോ എത്താൻ പറ്റുന്നുള്ളൂ. അത്ര ദയനീയമാണ് അവസ്ഥ. അതുകൂടെ അധികാരികളോട് പറഞ്ഞു മടുത്തതോടെയാണ് ചന്ദിരൂർ നിവാസികൾ തെരുവിലിറങ്ങിയത്. കുഴിയിൽ വീഴാതെ നടന്നെങ്കിലും വീട്ടിലെത്താൻ വേണ്ടിയുള്ള സമരം. വളരെ കുറച്ച് ഏരിയ മാത്രം സ്പോട്ടായിട്ട് നോട്ട് ചെയ്തിട്ട് അതിൽ മാത്രം റിപ്പയർ ചെയ്ത് കുഴി കൂടി. നിങ്ങൾ കാണുന്ന ഈ സ്ഥലങ്ങൾ കണ്ടില്ലേ? ഈ ഭാഗങ്ങൾ ഇപ്പൊ ചെയ്ത് തീർന്നതാണ്. എന്താണ് ഇതിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പരിഹാരം എന്ന് പറഞ്ഞാൽ അവർ തന്നെ കാണണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 5 ദിവസം കൊണ്ട് നിർമ്മിച്ച നടപ്പാത 5 മിനിറ്റിൽ പൊളിഞ്ഞു. റോഡിലെ വെള്ളക്കെട്ടിലും കുഴിയിലും വീണ് പരിക്കേൽക്കുന്നവരുടെ പട്ടികയിൽ ബൈക്ക് യാത്രികരും വിദ്യാർത്ഥികളുമാണ് അധികവും. ഏകദേശം 30-35ഓളം പേര് മരണപ്പെട്ടുണ്ട്. പിന്നെ എന്റെ മകൻ ഇപ്പൊ കഴിഞ്ഞ മാസം വിളിച്ചിട്ട് ആക്സിഡന്റ് ആയി. ഈ സർവീസ് റോഡ് കംപ്ലീറ്റ് ചെളിയായിരുന്നു. സ്കിഡായി പോയി, കൈ കംപ്ലീറ്റ് ഒരഞ്ഞു പോയി. പിന്നെ ഭാഗ്യത്തിന് ഹെൽമെറ്റ് ഉള്ള കാരണം അവൻ രക്ഷപ്പെട്ടെന്നുള്ളതാണ്. മഴ ശക്തമായാൽ അരൂർ മേഖലയിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഡിൽ പട്ടുമെത്ത വിരിച്ചു തരണമെന്നല്ല ആവശ്യം. കുണ്ടിലും കുഴിയിലും വീഴാതെ ജീവനോടെ തിരികെ വീട്ടിലെത്താൻ വേണ്ടിയാണ് ഈ സമരം. അധികാരികൾ ഇത് കണ്ടില്ലെന്നടിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്. ചന്ദ്രൂരിൽ നിന്ന് റിജോക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. നേരത്തെ നമ്മൾ ആ സ്കൂൾ ബസ് കത്തിയതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു. അതിന് കാരണം എന്താണെന്ന് പിടികിട്ടിയെന്ന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബസിന്റെ കാലപ്പഴക്കം, അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ വേണ്ടതല്ലേ എന്നുള്ള ആവശ്യമൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാനത്ത് ആ വാർത്തയിലേക്ക് എത്താം. ഇടുക്കി ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ആദിവാസികൾക്ക് സർക്കാർ നൽകിയ ഭക്ഷ്യക്കിറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാകം ചെയ്ത ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധയെന്ന് പരാതി. 2018 ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേരസുഗന്ധി എന്ന വെളിച്ചെണ്ണയാണ് കിറ്റിലുണ്ടായിരുന്നത്. പരാതി ഉയർന്നതോടെ സാമ്പിൾ ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കിറ്റ് വിതരണത്തിൽ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ആദിവാസി ഏകോപന സമിതി. ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ 11 ആദിവാസി ഊരുകളാണുള്ളത്. കഴിഞ്ഞ മാസമായിരുന്നു ഇവിടെ ഭക്ഷ്യസുരക്ഷാ കിറ്റുകളുടെ വിതരണം. കിറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ചതോടെ വെള്ളിയാനിയിൽ മാത്രം 60 കുടുംബങ്ങളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതായാണ് പരാതി. എണ്ണ കഴിച്ച് കൂട്ടി കഴിഞ്ഞപ്പം വയറിളക്കം, ഛർദി, പിന്നെ ക്ഷീണം, തലയ്ക്ക് പെരുപ്പ്, നാക്കിലെ തൊലിയെല്ലാം പോയി. ഞങ്ങൾക്ക് 3 ആൾക്ക്, ഹസ്ബൻഡിനും കൊച്ചിനും ഛർദി. എണ്ണച്ചട്ടിയിൽ ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് നമുക്ക് വെളിച്ചെണ്ണയല്ലാന്ന് മനസ്സിലായി. കഴിച്ചപ്പോൾ ഒരു വ്യത്യാസം തോന്നി, എന്നാലും കഴിച്ചു. 1.5 വയസ്സുകാരി ഉൾപ്പെടെ കൂടുതൽ പേർക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതോടെ ആരോഗ്യവകുപ്പ് പ്രദേശത്ത് ക്യാമ്പ് നടത്തി. ITDP വഴി കിട്ടിയ കിറ്റ്, ആ കിറ്റിൽ നിന്നും കിട്ടിയ എണ്ണ അത് കഴിച്ച് ഞാനും എൻ്റെ ഊരിലുള്ള കുറേ ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ഏതാണ്ട് 11ഓളം ഊരിൽ ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്നാണ് എണ്ണയുടെ കവറിൽ എണ്ണ വരുന്ന പാക്കറ്റിൻ്റെ പുറത്ത് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് 9 അക്കമേ ഉള്ളൂ. അതാണ് ഇത് ഒരു വ്യാജനാണ് എന്നൊരു തോന്നൽ വരാൻ കാരണം. ഇതിൻ്റെ എണ്ണ നമ്മൾ തൊടുപുഴയിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയിലും നമ്മളിതിൻ്റെ പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 2018 ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേരസുഗന്ധി എന്ന എണ്ണയാണ് കിറ്റിലുണ്ടായിരുന്നത്.
ഈ കമ്പനിയെ ബന്ധപ്പെടാൻ കിറ്റിൽ നൽകിയിരുന്ന ഫോൺ നമ്പറിൽ 9 അക്കങ്ങളേ ഉള്ളൂ. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നൽകിയ പരാതിയിൽ കൃത്യമായ മറുപടിയും ഇവർക്ക് ലഭിച്ചിട്ടില്ല. പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന എണ്ണയുടെ ഫലം വന്ന ശേഷം പ്രതിഷേധം കടുപ്പിക്കാനാണ് ആദിവാസി ഏകോപന സമിതിയുടെ തീരുമാനം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, രമയാണ് പ്രേക്ഷക. നേത്രാവതി എക്സ്പ്രസ് ക്യാൻസൽ ആണെന്ന് വാർത്തയിൽ കേട്ടു എന്നാണ് പറയുന്നത്. അത് ഇന്ന് രാവിലെ പുറപ്പെടേണ്ടിയിരുന്നതാണ്, പിന്നീട് വൈകിട്ട് 4:55 പുറപ്പെടുമെന്ന് പറഞ്ഞു. അതിനുശേഷം അല്പം മുൻപാണ് പൂർണ്ണമായി അത് റദ്ദാക്കിയെന്നുള്ള വാർത്ത വരുന്നത്. സംസ്ഥാനത്ത് പ്രതിദിന പനി കേസുകൾ 13,000-ന് മുകളിൽ. ഇന്നലെ മാത്രം 4 പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എറണാകുളം കളമശ്ശേരിയിൽ ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷമാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോളറ സ്ഥിരീകരിച്ച പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ സാമ്പിളുകളുടെ ഫലം ഉടൻ ലഭിക്കും. പ്രതിരോധ പ്രവർത്തനം ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ കോളറ സ്ഥിരീകരിച്ച പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ സാമ്പിളുകളുടെ ഫലം ഇന്നോ നാളെയോ കിട്ടിയേക്കും. രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള 11 പേരെ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ഇവരിൽ 4 പേരുടെ സാമ്പിൾ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. കോളറ സ്ഥിരീകരിച്ച 10 വയസ്സുകാരനടക്കം 2 കുട്ടികൾ SAT ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. എന്നാൽ രോഗ ഉറവിടം എവിടെ നിന്നാണെന്ന് ആരോഗ്യവകുപ്പിന് കണ്ടെത്താനാകാത്തത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ചികിത്സയിൽ കഴിയുന്നവരുടെ പശ്ചാത്തലം പരിശോധിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ ചികിത്സ തേടിയത് 13,511 പേരാണ്. ഡെങ്കിപ്പനി, എലിപ്പനി കേസുകളിലും വർധനയുണ്ട്. എറണാകുളത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റി പരിധിയിൽ 113 ഡെങ്കി കേസുകൾ സ്ഥിരീകരിച്ചു. കേസുകളുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന ആക്ഷേപമുയർന്നു. സ്കൂളുകളിൽ നിന്ന് ഡെങ്കി കേസുകളുണ്ടായ വിവരം മറച്ചുവെച്ചതായും പരാതി ഉയർന്നു. 35 കുട്ടികൾക്ക് രോഗവ്യാപനം ഉണ്ടായതോടെയാണ് വിവരം പുറത്തുവന്നത്. നഗരസഭ ആരോഗ്യവകുപ്പിന് കൃത്യമായി കണക്കുകൾ നൽകുന്നില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 4 മരണങ്ങൾ എലിപ്പനി, ഡെങ്കിപ്പനി, വെസ്റ്റ് നൈൽ മൂലമെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. റീന സതീശൻ ഒരു കാര്യം അറിയിക്കുന്നത്, പരിയാരം മെഡിക്കൽ കോളേജിൽ NROയിൽ ഒരു OP ഡോക്ടർ മാത്രമാണുള്ളത്. ആഴ്ചയിൽ 2 ദിവസമേ OP ഉള്ളൂ. പേഷ്യൻസും ഡോക്ടറും വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ഫുഡ് കഴിക്കാൻ പോലും പോകാൻ ഡോക്ടർക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം ജെറിൻ പറയുന്നുണ്ട്, പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞ എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് കുടിശ്ശികയുള്ള ആ പെൻഷൻ തുക അത് ഗഡുക്കളായി നൽകുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. താങ്കൾ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ അവിടെ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ നിയമം ലംഘിച്ച് യാത്ര ചെയ്ത കൊലക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO വയനാട് RTOയ്ക്ക് റിപ്പോർട്ട് നൽകി. സജോ ദേവസ്യ വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, കഴിഞ്ഞ ദിവസം ആ യാത്രയുമായി ബന്ധപ്പെട്ട് ഉടമയ്ക്കെതിരെയായിരുന്നല്ലോ കേസെല്ലാം, വാഹന ഉടമയ്ക്കെതിരെ. ഇപ്പോൾ ലൈസൻസ് ഇല്ല എന്നാണോ വ്യക്തമാകുന്നത് ആകാശ് തില്ലങ്കേരിക്ക്? ഉന്മേഷ്, ഇപ്പോൾ ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഇല്ല എന്ന പ്രാഥമിക കണ്ടെത്തലാണ് MVDയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ സ്വമേധയുള്ള ഇടപെടൽ വരികയും കർശന നടപടിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെ വേഗത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടന്നു. ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസ് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTOയ്ക്കാണ് നിർദ്ദേശം നൽകിയത്. എൻഫോഴ്സ്മെന്റ് RTOയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കണ്ണൂരിൽ നിന്ന് ആകാശ് ലൈസൻസ് എടുത്തിട്ടില്ല, അതായത് ലൈസൻസ് ആകാശിന് ഇല്ല എന്ന നിഗമനം തന്നെയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അന്തിമമായ ഒരു പരിശോധന തന്നെ MVDയുടെ സ്റ്റേറ്റ് അഡ്മിന് കൂടി, അതായത് സാങ്കേതികമായി ഈ ഡിജിറ്റലായി കൂടി തന്നെ ഓൺലൈനായി കൂടി ഇത് പരിശോധിക്കാൻ കഴിയും. ഒരു പരിശോധന കൂടിയുണ്ട്. അതുകൂടി മാത്രമാണ് യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നത്. മറ്റേതെങ്കിലും സംസ്ഥാനത്തിന്റെ ലൈസൻസ് സ്വന്തമാക്കിയാലും ഈ വിവരങ്ങൾ ഇപ്പോൾ ഏകീകൃത പോർട്ടലായതുകൊണ്ട് തന്നെ ലഭ്യമാകും. അതായത് ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്നത് ആകാശ് തില്ലങ്കേരി ഈ രൂപമാറ്റം വരുത്തിയ വലിയ തോതിലുള്ള നിയമലംഘനങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ് വയനാട് പനമരം വഴി നടത്തിയ ജീപ്പ് റൈഡിന്റെ ഭാഗമായി ഉള്ളത്. ആ ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെ ചിത്രീകരിച്ച് പങ്കുവെക്കുകയും ചെയ്തു. ഷുഹൈബ് വധക്കേസ് പ്രതിയായ ആകാശ് ഇങ്ങനെ ഷോ കാണിച്ചത് ലൈസൻസ് ഇല്ലാതെയാണ് എന്ന കണ്ടെത്തലാണ്. ഇനിയിപ്പോൾ മറ്റു നടപടികളിലേക്കും വയനാട് എൻഫോഴ്സ്മെന്റ് RTO ഉടൻ തന്നെ കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അരുൺ ജി മുട്ടട പറയുന്നുണ്ട്, കൊങ്കൺ പാതയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് അതുവഴിയുള്ള എല്ലാ ട്രെയിനുകളും റദ്ദാക്കി എന്ന് അറിയുന്നു. അത് റെയിൽവേ ഇപ്പോൾ ഒട്ടേറെ ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്, ചിലതൊക്കെ വഴിതിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് അതുവഴിയുള്ള ഗതാഗതം സംബന്ധിച്ച് പുതിയ അറിയിപ്പൊന്നും റെയിൽവേ ഇതുവരെ നൽകിയിട്ടുമില്ല. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിലെത്തി. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണത്തിന്റെ പുതിയ മേഖലകൾ സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു.
2 ദിവസം നീണ്ട റഷ്യൻ സന്ദർശനത്തിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിലെത്തിയത്. വിയന്നയിലെത്തിയ മോദിയെ ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗ് സ്വീകരിച്ചു. ഓസ്ട്രിയൻ സംഗീത സംഘം വന്ദേമാതരം അവതരിപ്പിച്ചാണ് മോദിയെ സ്വാഗതം ചെയ്തത്. തുടർന്ന് ഇന്ത്യൻ സമൂഹവുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ രാത്രി ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമർ മോദിക്കായി സ്വകാര്യ വിരുന്നൊരുക്കി. ഇന്ന് ചാൻസലർ കാൾ നെഹാമറുമായും പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലനുമായും പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തും. ഇന്ത്യയിൽ നിന്നും ഓസ്ട്രിയയിൽ നിന്നുമുള്ള ബിസിനസ് നേതാക്കളെയും മോദിയും കാൾ നെഹാമറും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സന്ദർശനത്തോടെ കൂടുതൽ മെച്ചപ്പെടുമെന്നും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ തുറക്കാനാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, പുനരുപയോഗ ഊർജം, സ്റ്റാർട്ടപ്പുകൾ, ഉന്നത സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലാണ് പ്രധാന ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികമാണ് ഈ വർഷം. 1983 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം ഇതാദ്യമായാണ് മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയൻ സന്ദർശനം നടത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. നമ്മൾ ഇനി ഉത്തർപ്രദേശിലേക്കാണ് പോകുന്നത്. ഉത്തർപ്രദേശിൽ മഴക്കെടുതിയിൽ മരണം 10 200-ലധികം ഗ്രാമങ്ങൾ വെള്ളത്തിലാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉത്തരാഖണ്ഡിലെ ബദരിനാഥിൽ മണ്ണിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഉത്തർപ്രദേശിലെ ഖോണ്ട ജില്ലയിലാണ് വെള്ളപ്പൊക്കം രൂക്ഷമായത്. ബൽറാംപൂർ, പിലിഭിത്ത്, ശ്രാവസ്തി, പ്രയാഗ്രാജ്, കൗശാംബി എന്നീ ജില്ലകളിലും മഴക്കെടുതി ബാധിച്ചു. നദികളിലെ ജലനിരപ്പ് അപകടനിലയ്ക്കും മുകളിലാണ്. രക്ഷാപ്രവർത്തനത്തിന് NDRF, SDRF സംഘങ്ങളെത്തി. ശ്രാവസ്തിയിലെ 82 ഗ്രാമങ്ങളും കുഷിനഗറിലെ 16 ഗ്രാമങ്ങളും ഉൾപ്പെടെ 200-ലധികം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. നിരവധി പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കണമെന്ന നിർദ്ദേശം നൽകി. ശക്തമായ മഴയെ തുടർന്ന് ബദ്രിനാഥ് ഹൈവേയിൽ മണ്ണിടിച്ചിലുണ്ടായി. ചമോലിയിലെ ബദ്രിനാഥ് ഹൈവേയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. 24 ഡൽഹി. ഇനി നമ്മൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിർണായക വിധിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം തേടാം എന്ന നിർണായക വിധിയുമായി സുപ്രീം കോടതി. ജീവനാംശം തേടുന്നതിനുള്ള നിയമം മതം നോക്കാതെ വിവാഹിതരായ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ് എന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയത്. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ സെക്ഷൻ 125 പ്രകാരം ജീവനാംശം തേടാമെന്ന് സുപ്രീം കോടതി വിധിച്ചു. മുൻ ഭാര്യയ്ക്ക് മാസം 10,000 രൂപ ജീവനാംശം നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് തെലങ്കാന സ്വദേശിയായ മുസ്ലിം യുവാവ് സമർപ്പിച്ച ഹർജി തള്ളിയാണ് ജസ്റ്റിസ് BB നാഗരത്ന, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും CRPC സെക്ഷൻ 125 ബാധകമാണെന്നും ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി. ജീവനാംശം തേടുന്നതിനുള്ള നിയമം മതം നോക്കാതെ വിവാഹിതരായ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നും ബെഞ്ച് വ്യക്തമാക്കി. ഭാര്യയെ പരിപാലിക്കുക എന്നത് ജീവകാരുണ്യമല്ലെന്നും വിവാഹിതരായ സ്ത്രീകളുടെ അവകാശമാണെന്നും ഇന്ത്യൻ പുരുഷൻ ഒരു വീട്ടമ്മയുടെ ത്യാഗം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു. 24 ഡൽഹി. സ്പോർട്സ് വാർത്തകൾ നൽകുമ്പോഴാണ് മെൽബിൻ മാണിയുടെ ചോദ്യം. സ്പോർട്സ് വാർത്ത ന്യൂസിന്റെ അവസാന സന്ദർഭത്തിലാണ് പറയുക. കാരണം എന്താണെന്ന് അങ്ങനെയൊന്നുമില്ല. പ്രധാനപ്പെട്ട സ്പോർട്സ് വാർത്തയാണെങ്കിൽ അത് അങ്ങനെ അവസാനത്തേക്ക് മാറ്റിവെക്കാറില്ല. അത് അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് നൽകാറുമുണ്ട്. അങ്ങനെ പ്രത്യേകമായൊരു ക്രമമൊന്നുമില്ല എന്ന് മാത്രമാണ് മറുപടി. ലെമിൻ യമാൽ എന്ന 16-കാരനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ ചൂടേറിയ ചർച്ചകൾ. യമാലിന്റെ മിന്നും പ്രകടനമാണ് സ്പെയിനിനെ യൂറോ കപ്പിന്റെ ഫൈനലിൽ എത്തിച്ചത്. 16 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്പാനിഷ് പ്രാദേശിക പത്രമായ ദിയാരിയോ സ്പോർട്ടും യുനിസെഫും ചേർന്ന ചാരിറ്റി കലണ്ടറിനായി ലിയോണൽ മെസ്സിയെയും ഒരു കൊച്ചുകുഞ്ഞിനെയും വെച്ച ചില ഫോട്ടോകൾ എടുത്തു. അന്ന് 20 വയസ്സുണ്ടായിരുന്ന മെസ്സി ലോകം കീഴടക്കുമെന്നും ഇതിഹാസമാകുമെന്നും പ്രവചിച്ചവർ ഏറെയുണ്ട്. എന്നാൽ മെസ്സി താലോലിക്കുന്ന കുഞ്ഞ് ഒരു നാൾ ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിലെത്തുമെന്ന് സങ്കല്പിച്ചവർ പോലും ഉണ്ടാകില്ല. പുതിയ മെസ്സി എന്ന് ലോകം വാഴ്ത്തുന്ന അവന്റെ പേരാണ് ലമീൻ യമാൽ. മെസ്സിയെപ്പോലെ ലാമാസിയയിൽ നിന്നാണ് യമാലിന്റെയും വരവ്. മെസ്സിയെ ഇതിഹാസമാക്കിയ ബാഴ്സലോണയ്ക്കായാണ് അവനും പന്തു തട്ടുന്നത്. സ്പാനിഷ് ലീഗിലും സ്പെയിൻ ദേശീയ ടീമിലും യൂറോ കപ്പിലും കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. കുഞ്ഞു യമാലിന്റെ പേരിലുള്ള വലിയ റെക്കോർഡുകൾ. ഒടുവിൽ ഫ്രാൻസിനെ പുറത്താക്കിയുള്ള മഴവിൽ ഗോൾ പറന്നിറങ്ങിയത് യൂറോ കപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനെന്ന നേട്ടത്തിലേക്ക് കൂടിയായിരുന്നു. മെസ്സിയുടെയും റൊണാൾഡോയുടെയും പകരക്കാരായി
എംബാപ്പയെയും ഏർലിംഗ് ഹാലൻഡിനെയും വാഴിക്കാൻ കാത്തിരുന്നവർക്കിടയിലേക്കാണ് ലമീൻ യമാലിന്റെ മാസ് എൻട്രി. ഇനി യമാലിന്റെ കാലുകളിലേക്ക് കൂടി ഉറ്റുനോക്കാതെ ഫുട്ബോൾ ആരാധകർക്ക് തരമില്ല. സ്പോർട്സ് ഡെസ്ക് 24. യൂറോ കപ്പ് ഫൈനലിലെ സ്പെയിനിന്റെ എതിരാളിയെ ഇന്നറിയാം. രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ട് രാത്രി 12:30 നെതർലാൻഡ്സിനെ നേരിടും. ആലപ്പുഴ പുന്നമട കായലിൽ 70ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ആരവം മുടങ്ങി. ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം സിനിമാ താരം കുഞ്ചാക്കോ ബോബനാണ് പ്രകാശനം ചെയ്തത്. സിനിമയിലെ പല രംഗങ്ങളും മികച്ചതാക്കിയത് തന്നിലെ ആലപ്പുഴക്കാരനാണെന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. ഓഗസ്റ്റ് 10 പുന്നമടക്കായിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലമാമാങ്കത്തിന്റെ ഭാഗ്യചിഹ്ന പ്രകാശന വേളയിലാണ് കുഞ്ചാക്കോ ബോബൻ തന്റെ വള്ളംകളി ഓർമ്മകൾ പങ്കുവച്ചത്. എൻ്റെ മുത്തശ്ശൻ പുളുങ്ങുന്നുകാരനാണ്, കുട്ടനാടുകാരനാണ്. ജലോത്സവം എന്നുള്ള സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സിബി മലയിൽ സാറായിരുന്നു, സിന്ധുരാജാണ് ഇതിൻ്റെ തിരക്കഥ ചെയ്തിരിക്കുന്നത്. ചുണ്ടൻവള്ളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആ സിനിമയിൽ കയറുന്നത്. അപ്പോൾ ചുണ്ടൻവള്ളത്തിൻ്റെ അമരത്ത് നിന്ന് അണിയം വരെ ആ നടുപ്പടിയിലൂടെ ഓടാനായിട്ട് പറഞ്ഞു. ഒരു ഷോട്ടിൽ, ഒരു സിംഗിൾ ഷോട്ടാണത്. നമ്മൾ ഓടി അമരം മുതൽ അണിയും വരെ ഓടി വന്ന് ആ രംഗം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീടാണ് അത് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഈ ആലപ്പുഴക്കാരൻ്റെ അല്ലെങ്കിൽ കുട്ടനാട്ടുകാരൻ്റെ ഒരു രക്തം നമ്മുടെ ഉള്ളതുകൊണ്ടായിരിക്കും അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. പത്തനംതിട്ട റാന്നി സ്വദേശി KV ബിജിമോൾ വരച്ച കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനാണ് ഇത്തവണ നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പെൺകുട്ടി വരച്ച ചിത്രം ഭാഗ്യചിഹ്നമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ലോഗോ പ്രകാശനത്തിന് ശേഷം കൂട്ടുകാരോടൊപ്പം സൗഹൃദം പങ്കുവച്ചാണ് കുഞ്ചാക്കോ ബോബൻ മടങ്ങിയത്. 24 ആലപ്പുഴ. ചേറും ചേറാടിയും എന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്നത്, നാട്ടിൽ മഴയും പെരുമഴയും, മസ്കറ്റിലും ഗൾഫിൽ പൊതുവിലും ഇത്തവണ മുൻകാലങ്ങളിൽ നിന്ന് ചൂട് കഠിനമാണ് എന്നാണ് അക്കൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണം. ഇപ്പോൾ രാജ്യത്തെ മധ്യവർഗത്തിന്റെ നിരാശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തലിനെ തുടർന്ന് ബജറ്റിൽ അവരെ കാര്യമായി പരിഗണിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. മധ്യവർഗത്തിന് ആശ്വാസമാകുന്ന ഒരുപിടി പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. വോട്ട് ബാങ്ക് ആണെങ്കിലും അത്യാവശ്യം വരുമാനമുള്ള വിഭാഗമായതിനാൽ പലപ്പോഴും വിഭവങ്ങളുടെ വിതരണം വരുമ്പോൾ കാര്യമായി പരിഗണിക്കപ്പെടാതെ പോകുന്നവരാണ് മധ്യവർഗം. ഇത്തവണ അതിനൊരു പരിഹാരമെന്ന നിലയിൽ മധ്യവർഗത്തിനായി വാരിക്കോരി ചെലവ് ചെയ്യാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. വ്യക്തിഗത ആദായനികുതി ഇളവുകൾ നൽകി മിഡിൽ ക്ലാസുകാരുടെ കയ്യിൽ ചെലവാക്കലിന് കൂടുതൽ ധനലഭ്യത ഉറപ്പുവരുത്തുമെന്നാണ് സൂചന. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 വരെ ഉയർത്തിയേക്കും. നഗരങ്ങളിലെ ഭവന നിർമ്മാണത്തിന് കൂടുതൽ സർക്കാർ പിന്തുണ നൽകാനും സാധ്യതയുണ്ട്. ദേശീയ പെൻഷൻ സംവിധാനത്തിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും. ഉറപ്പായ പെൻഷൻ ഓപ്ഷൻ ഉൾപ്പെടെ ഈ നിലയിൽ പ്രതീക്ഷിക്കാം. ഉയർന്ന HRA ലഭ്യമാക്കുന്നതിനായി മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ എണ്ണം കൂട്ടാനിടയുണ്ട്. $600 കോടി ഉപഭോഗ വർധനയ്ക്കാണ് സർക്കാർ പദ്ധതിയിടുന്നത്. അതിനാൽ തന്നെ ആ പണം ഏറ്റവുമധികം ചെലവഴിക്കുന്ന മിഡിൽ ക്ലാസിലേക്ക് എത്തിക്കുന്നത് ഉറപ്പാക്കുമെന്നാണ് ധനകാര്യ വിദഗ്ധരുടെ അഭിപ്രായം. ഫൈനാൻഷ്യൽ ഡെസ്ക് 24. വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ കീഴ്ക്കോടതി നടപടി സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിൽ സർക്കാരിനെതിരെ പരാതിക്കാരി ഹർഷിന. കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ എതിർത്തില്ല. സർക്കാർ പ്രതികളെ സഹായിക്കുന്നു എന്ന സംശയം ഉണ്ടെന്നും ഹർഷിന 24നോട് പറഞ്ഞു. പ്രസവ ശസ്ത്രക്രിയക്കിടെ പന്തീരങ്കാവ് സ്വദേശി ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുന്നമംഗലം കോടതിയിലെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. കേസിലെ പ്രതികളായ ഡോക്ടേഴ്സ് നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു കോടതി ഉത്തരവ്. പ്രോസിക്യൂഷൻ എതിർക്കാത്തതാണ് സ്റ്റേ ചെയ്യാനുള്ള ഉത്തരവിനിടയാക്കിയതെന്ന് ഹർഷിന 24നോട് പറഞ്ഞു. സർക്കാർ തനിക്കൊപ്പമില്ലെന്ന് വ്യക്തമായെന്നും ഹർഷിന. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു വാദം വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സ്റ്റേ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഒരു സർക്കാരിന് നമ്മൾ ഒരു കൂടുതൽ പ്രതികളെ സംരക്ഷിക്കുക എന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഗവൺമെന്റിനെ മനഃപൂർവ്വം കൊടുക്കാനുള്ള രൂപത്തിൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം, അതാണ് നമ്മൾ ആവശ്യം. സ്റ്റേ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകാനാണ് ഹർഷിനയുടെ തീരുമാനം. ഈ മാസം 20-നാണ് ഹർഷിന കേസ് കുന്നമംഗലം കോടതി പരിഗണിക്കാനിരുന്നത്. 24 കോഴിക്കോട്. തൃശൂർ മുളങ്കുന്നത്തുകാവിലെ സ്പെയർ പാർട്സ് ഗോഡൌണിൽ തീപിടുത്തത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പാലക്കാട് സ്വദേശിയായ വെൽഡിംഗ് തൊഴിലാളി ലിബിനാണ് ഇന്നലെ രാത്രി മരിച്ചത്. മുളങ്കുന്നത്തുകാവ് കോഴിക്കുന്നിൽ ഓട്ടോനിറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്പെയർ പാർട്സ് ഗോഡൌണിലാണ് ഇന്നലെ വൈകിട്ട് 7:30 തീപിടുത്തമുണ്ടായത്.
കെട്ടിടം നവീകരിക്കുന്നതിന്റെ ഭാഗമായി വെൽഡിംഗ് ജോലികൾക്കിടെയായിരുന്നു അപകടം. പാലക്കാട് സ്വദേശിയായ ലിബിൻ അടക്കമുള്ളവർ ആദ്യം വെള്ളമൊഴിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ വലിയ പൊട്ടിത്തെറിയോടെ തീ ആളിപ്പടരുകയായിരുന്നു. സുഹൃത്തുക്കൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടെങ്കിലും കെട്ടിടത്തിനുള്ളിൽ ലിബിൻ കുടുങ്ങി. തൃശൂരിൽ നിന്നടക്കം 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി 2.5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ലിബിന്റെ മൃതദേഹം പുറത്തെടുത്തത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. സ്ഥാപനത്തിലെ അഗ്നിരക്ഷാ ഉപകരണങ്ങളുടെ അപര്യാപ്തതയാണ് ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയതെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ ഫയർഫോഴ്സും പോലീസും അന്വേഷണം ആരംഭിച്ചു. 24 തൃശൂർ.